അപ്പോൾ ഹാബിറ്റുകളെ കുറിച്ചാണ് നമ്മൾ തുടർച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഹാബിറ്റുകളിൽ ഈ റിലേഷൻഷിപ്സ് നന്നാക്കാനായിട്ടുള്ള അല്ലെങ്കിൽ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള ചില ഹാബിറ്റുകളുണ്ട്. ധാരാളം പുസ്തകങ്ങളുണ്ട്. അതിനകത്തുനിന്ന് ഒരു 5 ഹാബിറ്റുകൾ നമുക്ക് ഒന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും. 5 ഹാബിറ്റ്സ് ഫോർ ബെസ്റ്റ് റിലേഷൻഷിപ്സ്. റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ബേസിക്കലി ഞാൻ ഉദ്ദേശിക്കുന്നത് ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഫാമിലി റിലേഷൻഷിപ്സ് ആണ്. ലോങ് ടേം റിലേഷൻഷിപ്സ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ 5 ഹാബിറ്റുകൾ വളരെ ആവശ്യമാണ്. അപ്പോൾ ഒന്നാമത്തെ ഹാബിറ്റാണ് ദ ആക്ട് ഓഫ് സർവീസ്. ഇപ്പോൾ എത്രമാത്രം മറ്റൊരാളെ സഹായിക്കാൻ സാധിക്കുന്നു, സർവീസ് ചെയ്യാൻ സാധിക്കുന്നു. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലാണെങ്കിൽ പല ജോലികൾ ഒരു വീട്ടിലുണ്ടാവും. ഇപ്പോൾ വീട്ടിലെ പണികളുണ്ടാകാം, ആഹാരം ഉണ്ടാക്കുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, വീട് വൃത്തിയാക്കുന്നത്, വസ്ത്രം അലക്കുന്നത്, വസ്ത്രം അയൺ ചെയ്യുന്നത്, ധാരാളം ടാസ്കുകൾ ഉണ്ടാകാം. അപ്പോൾ ഒരാൾ ചെയ്യുന്ന ടാസ്കിൽ മറ്റേയാൾക്ക് സഹായം ചെയ്യാൻ സാധിക്കുമോ? ഒന്നുകിൽ സഹായമെങ്കിലും ചോദിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ടിപ്പിക്കലി അടുക്കളയിൽ അധികം ജോലി ചെയ്യുന്നത് സ്ത്രീകളായിരിക്കാം, അങ്ങനെയൊന്നും നിർബന്ധമൊന്നുമില്ല. അങ്ങനെയാണ് എങ്കിൽ നമുക്ക് സഹായിക്കാൻ സാധിക്കുമോ, അല്ലെങ്കിൽ സഹായിക്കണമോ എന്ന് ചോദിക്കാൻ സാധിക്കുമോ? അല്ലെങ്കിൽ വെള്ളം ചെടി നനയ്ക്കുന്നത്, അല്ലെങ്കിൽ വീട്ടിലെ പെറ്റ്സിനെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ നോക്കുന്നത്, ഇവിടെയെല്ലാം മറ്റേ പാർട്ട്ണർക്ക് ഒരു സർവീസ്, ആക്റ്റീവ് സർവീസ് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത് പ്രധാനപ്പെട്ടാണ്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ക്വാളിറ്റി ടൈമാണ്. രണ്ടാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ കുടുംബമായിട്ട് ജീവിക്കുന്നു, ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ കുറേ നേരം ഒരു വീട്ടിൽ ജീവിക്കുന്നു. പക്ഷെ എത്ര സമയം നമ്മൾ സംസാരിക്കുന്നുണ്ട്, അത് ക്വാളിറ്റി ടൈം നമ്മൾ രണ്ടുപേർ മാത്രം സംസാരിക്കുന്നുണ്ട്. ഇന്ന ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, എന്തെല്ലാം നന്മയുണ്ടായി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി, ഇങ്ങനൊരു 20 മിനിറ്റോ 1 മണിക്കൂറോ ഡെയിലി സംസാരിക്കാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ നല്ല റിലേഷൻഷിപ്പിനെ ബിൽഡ് ചെയ്യാനായിട്ട് ക്വാളിറ്റി ടൈം എന്ന് പറയുന്നത് വളരെയധികം ആവശ്യമാണ്. മൂന്നാമത്തെ കാര്യമാണ് പലപ്പോഴും ആളുകൾ ഇഗ്നോർ ചെയ്യുന്നതാണെന്ന് തോന്നുന്നു, കോംപ്ലിമെൻറ്റ്സ് അല്ലെങ്കിൽ ഗിഫ്റ്റ്സ് എന്ന് പറയും. ഇപ്പോൾ കല്യാണം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പോ ധാരാളം ഗിഫ്റ്റ് മേടിച്ച് കൊടുക്കുക, കോംപ്ലിമെൻറ്റ്സ് കൊടുക്കുക, ഇതെല്ലാം ഹാബിറ്റാണ് അല്ലെങ്കിൽ ശീലമാണ്, ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ കല്യാണത്തിന് ശേഷം ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന ശീലം ഇല്ലാതെയാകും. അപ്പോൾ അത് ഗിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഒത്തിരി വാല്യുബിൾ ആയിട്ടുള്ള ഡയമണ്ടോ അല്ലെങ്കിൽ നെക്ലേസോ ഒന്നും വേണമെന്നില്ല. ചെറിയൊരു പൂവായിരിക്കാം, ഒരു ചെറിയ ലെറ്റർ ആയിരിക്കാം, ഒരു നല്ല വാക്കായിരിക്കാം. അപ്പോൾ ഗിഫ്റ്റുകളുടെ പ്രാധാന്യം വളരെ കൂടുതലാണ്. അപ്പോൾ ഗിഫ്റ്റ് കൊടുക്കുന്നത്, ഗിഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഹാബിറ്റാക്കി മാറ്റേണ്ടത് വളരെ ആവശ്യമാണ്. നാലാമത്തെ കാര്യമാണ് അഫർമേഷൻ. ഇപ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിലൊക്കെ എല്ലാവരും പറയുന്ന കാര്യമാണ്, എത്ര സ്നേഹമായിരുന്നു, എന്നോട് എപ്പോഴും ഐ ലവ് യു പറയുമായിരുന്നു, എന്നെ എപ്പോഴും നല്ല സുന്ദരിയാന്ന് സുന്ദരനാന്ന് പറയുമായിരുന്നു, നല്ല ആളാന്ന് പറയുമായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. നൗ ഇറ്റ് ഈസ് ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. ജീവിതം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പഴയ വാക്കുകളൊന്നും പറയുന്നില്ല. അപ്പോൾ ഈ നല്ല വാക്കുകൾ വീണ്ടും വീണ്ടും പറയേണ്ടത്. ഇപ്പോൾ ഐ ലവ് യു എന്നായിരിക്കാം, ഇനി എനിക്ക് സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള ആളാന്നുള്ളതായിരിക്കാം, എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആളാന്നുള്ളതായിരിക്കാം. ഇത് തുടരെ പറയുക എന്നുള്ളത് തീർച്ചയായും ആവശ്യമാണ്. അല്ലാതെ ഓക്കെ കല്യാണം കഴിഞ്ഞു, ഇനി എൻ്റെ പാർട്ട്ണർ എൻ്റെ ആളായി എന്ന് തോന്നിക്കൊണ്ട് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണെന്നുള്ള മനോഭാവമാണെങ്കിൽ ആ റിലേഷൻഷിപ്പ് പ്രശ്നത്തിലാകാൻ സാധ്യത. അപ്പോൾ കണ്ടിന്യൂസ് ആയി അഫർമേഷൻ ചെയ്യുക. ഇനി അഞ്ചാമത്തെ ഹാബിറ്റ് എന്ന് പറയുന്നത് ടച്ച്. ടച്ച് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ഹാബിറ്റാണ്, അത് വേണ്ട ഹാബിറ്റാണ്. ഇപ്പോൾ ടച്ച് എന്ന് പറയുമ്പോൾ പൊതുവെ ആളുകൾ ചിന്തിക്കുന്നത് സെക്ഷൽ ആയിട്ടുള്ള ഇടപെടലുകളെ കുറിച്ചാണ് ആളുകൾ ചിന്തിക്കുന്നത്. ആ ടച്ച് ആവശ്യമാണ്, പക്ഷേ അതിനേക്കാൾ അപ്പുറമായിട്ട് ഒരു സ്നേഹത്തോടുള്ള ഹഗ് ആയിരിക്കാം, അല്ലെങ്കിൽ ആശ്വസിപ്പിക്കുന്നതായിരിക്കാം, തലോടുന്നതായിരിക്കാം. ഈ ഫിസിക്കൽ ടച്ച് വളരെയധികം മാറ്റം കൊണ്ടുവരുന്ന ഹാബിറ്റാണ്. അപ്പോൾ ഈ 5 ഹാബിറ്റുകൾ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിൽ കൊണ്ടുവരുവാൻ സാധിക്കുന്നെങ്കിൽ വലിയൊരു മാറ്റം ഉണ്ടാകും. എല്ലാ ദിവസവും ഇന്നൊരു പേപ്പറിൽ എഴുതുക, ഭാര്യയും ഭർത്താവും ഒരു ടേബിൾ ഉണ്ടാക്കിയിട്ട് നോക്കുക, ഇന്ന് ഞാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്തോ, ഇന്ന് ഞാൻ അഫർമേഷൻ ഉപയോഗിച്ചോ, ഇന്ന് ഞാൻ ആക്ട് ഓഫ് സർവീസ് കൊണ്ടുവന്നോ, ഇന്നല്ലെങ്കിൽ ഈ ആഴ്ച ഞാൻ ഗിഫ്റ്റ് കൊടുത്തോ. നമ്മുടെ ഫിസിക്കൽ അല്ലെങ്കിൽ ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള മൊമെൻറ്റുകൾ, റൊമാൻറ്റിക് ആയിട്ടുള്ള മൊമെൻറ്റുകൾ എത്രമാത്രം നന്നായി പോകുന്നു. ഈ 5 ഹാബിറ്റുകൾ ഫോളോ ചെയ്യുന്നെങ്കിൽ ഒരു ഫാമിലി റിലേഷൻഷിപ്പ് നന്നാക്കി കൊണ്ടുപോകാനും ഡെവലപ്പ് ചെയ്യാനും സാധിക്കും. ചേഞ്ച് യുവർ ഹാബിറ്റ്, ചേഞ്ച് യുവർ ലൈഫ്. ലെറ്റ് us make it happen.